Welcome to PSC Studio. It always seems impossible until it's done. നെൽസൺ മണ്ടേലയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഇതല്ലേ. നമ്മൾ അത് ചെയ്ത് തീർക്കുന്നോടം വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് മാത്രമായിരിക്കും അല്ലേ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാലോ അത് ചെയ്തല്ലോ എന്നൊരു ആശ്വാസവും. എന്താ നമുക്ക് തുടങ്ങാൻ പാടാം അല്ലേ. പക്ഷേ അത് തുടങ്ങി അത് ചെയ്ത് തീർത്ത് അതിനൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലോ ഒന്ന് ഓർത്ത് വയ്ക്കിക്കേ, സൂപ്പറായിരിക്കത്തില്ലേ. നമ്മളോട് എല്ലാ സാറുമാരും എല്ലാവരും പറയുന്നുണ്ട് പൊളിറ്റീന്ന് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റീന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഒക്കെ നമ്മൾ നമ്മളോട് വായിക്കണമെന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും എനിക്കും മടിയാണ്. പക്ഷെ എങ്ങനെ വായിക്കും, എങ്ങനെ വായിച്ച് തീരും എന്നൊക്കെ ഓർത്തിട്ട് നമ്മളത് വേണ്ടാന്നങ്ങ് വെക്കും അല്ലേ. നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി, ഇതൊന്ന് വായിച്ച് തുടങ്ങിയാലോ. നമുക്ക് ഒന്നിച്ച് വായിച്ച് തുടങ്ങാം. ഓക്കെ, എങ്കിൽ വായിക്കാം. അപ്പം ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Demand for a Constituent Assembly. It was in 1934 that the idea of a Constituent Assembly for India was put forward for the first time by M.N. Roy, a pioneer of communist movement in India. അതിന് മുന്നേ ഇത് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയുടെ 7th എഡിഷനാണ്. ഒരു പച്ച കളറിലെ ബുക്ക്. നമ്മളിത് വായിക്കുമ്പം ആ ഒരു ബുക്ക് PDF ഒക്കെ നമ്മുടെ ഗൂഗിളിലൊക്കെ കിട്ടും. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നിച്ച് വായിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ. In 1935, the Indian National Congress for the first time officially demanded a Constituent Assembly to frame the Constitution of India. In 1938, Jawaharlal Nehru, on behalf of the INC, declared that the Constitution of Free India must be framed without outside interference by a Constituent Assembly elected on the basis of adult franchise. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ട് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആരായിരുന്നു? ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ M.N. റോയി ആയിരുന്നു. M.N. റോയി ആണ് ആദ്യമായിട്ട് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മുൻഗാമി എന്നൊക്കെ പറയാവുന്ന ആളാണ് M.N. റോയി എന്ന് പറഞ്ഞാൽ. M.N. റോയി ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഇത് പറഞ്ഞത്. ദ ഇന്ത്യൻ പാട്രിയോട്ട്, എനിക്കറിയാവുന്ന വിവരങ്ങളും കൂടെ പറയുന്നതേ ഉള്ളേ. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പത്രമാണ്. ഈ പത്രത്തിലൂടെയാണ് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് M.N. റോയി ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ഓക്കെ. പിന്നെ 1935 INC ആദ്യമായിട്ട് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം. എന്തിനു വേണ്ടിയിട്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന് INC പറയുന്നത് 1935. പക്ഷേ ആദ്യമായിട്ട് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞ പാർട്ടി ചോദിച്ചാലോ, ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അത് നമ്മുടെ സ്വരാജ് പാർട്ടിയാണ്. ആദ്യമായിട്ട് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അത് സ്വരാജ് പാർട്ടിയാണ്. അതും 1935 തന്നെയാണ്. ഇവർ പറഞ്ഞതിന് ശേഷമാണ് INC 1935 ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തത് ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നുള്ളത്. അപ്പം INC 1935 പറഞ്ഞല്ലോ, അത് ഏത് സമ്മേളനത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബോംബെ സമ്മേളനമാണ്. ബോംബെ സമ്മേളനത്തിലാണ് INC ഇത് ആവശ്യപ്പെട്ടത്. ഈ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബോംബെ സമ്മേളനം, അതായത് 1935 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നെന്ന് ആരായിരുന്നു എന്ന്. INC ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തതാണ് 1935 ബോംബെ സമ്മേളനത്തിൽ.
അതും ഓർത്തോണം. INCക്ക് വേണ്ടി അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, എന്താണ്, നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പുറത്തുനിന്നൊരു ഇൻ്റർഫിയറൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കണം. ബൈ എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ബേസിസിൽ ഇലക്റ്റ് ചെയ്യപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ, അതായത് ഫ്രീ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ. അതിൽ ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ഉണ്ടാവാൻ പാടില്ലെന്നായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലേ? അടുത്തത്, the demand was finally accepted in principle by the British government in what is known as the August Offer of 1940. In 1942, Sir Stafford Cripps, a member of the cabinet, came to India with a draft proposal of the British government on the framing of an independent constitution to be adopted after the World War II. The Cripps proposals were rejected by the Muslim League, which wanted India to be divided into two autonomous states with two separate constituent assemblies. Finally, a cabinet mission was sent to India. While it rejected the idea of two constituent assemblies, it put forth a scheme for the constituent assembly which more or less satisfied the Muslim League. അപ്പം നമ്മുടെ സ്വരാജ് പാർട്ടിയും അതുപോലെ MN റോയ്, അതുപോലെ INC എല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞല്ലോ. അവസാനം ബ്രിട്ടീഷുകാർ അത് സമ്മതിച്ചു. അത് സമ്മതിക്കുന്നത് അവരുടെ ഓഗസ്റ്റ് ഓഫർ വഴിയാണ്. അല്ല, ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ അവരുടെ സമ്മതം. അതിന് വേണ്ടിയിട്ട് 1940 ഓഗസ്റ്റ് ഓഫർ വരുന്നുണ്ട്. ഓക്കെ, ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 1940 ആണെന്നറിയാം ഓഗസ്റ്റ് ഓഫർ. അപ്പോൾ ഓഗസ്റ്റ് മാസമാണെന്നും അറിയാം. അത് ഓഗസ്റ്റ് 8-ാം തീയതി ആയിരുന്നു. ഓഗസ്റ്റ് 8-നായിരുന്നു. ഓഗസ്റ്റ് 8 ബ്രിട്ടീഷുകാർ സമ്മതിച്ചേ പറ്റത്തുള്ളൂ അങ്ങനൊരവസ്ഥയിൽ. അപ്പോൾ 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ച വൈസ്രോയി ആരാ? ഫേമസ് ആണ്. ഇത് പ്രഖ്യാപിച്ച വൈസ്രോയിനെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞതാ ബോംബെ സമ്മേളനം, INCയുടെ ബോംബെ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് ആരായിരുന്നു എന്നും കമൻറ്റ് ചെയ്യണം. അപ്പം 1914 ഓഗസ്റ്റ് 8 അന്നാണ് ഓഗസ്റ്റ് ഓഫർ വരുന്നത്. അത് പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണെന്നും പറയണം. in 1940 ഓക്കെ. അതുപോലെ 1942 സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന അയാൾ ക്യാബിനറ്റിൻ്റെ ഒരു മെമ്പറായിരുന്നു. പുള്ളിക്കാരൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അതിൽ പറയുന്നത് വേൾഡ് വാർ 2 ശേഷം നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു 42 ക്രിപ്സ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റുമായിട്ട്. അതിലത് പറഞ്ഞിരുന്നത് വേൾഡ് വാർ 2 ശേഷം നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം എന്നായിരുന്നു അതിൽ പറയുന്നത്, അല്ലേ? അപ്പം ഇതിന് പറയുന്നത് ക്രിപ്സ് മിഷൻ എന്നാണ്. 1942 ക്രിപ്സ് മിഷൻ്റെ ചെയർമാനായിരുന്നു സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ആൾ. സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. അപ്പം ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നുണ്ട്, അല്ലേ? അതെന്നാ? 1942 ആണ്. 1942 മാർച്ച് 22 ക്രിപ്സ് മാർച്ച് ചെയ്താൽ ഇങ്ങോട്ട് വന്നേന്ന് ഓർത്താൽ മതി. ക്രിപ്സിൽ 2 P ഉണ്ട്, അപ്പോൾ 2 അപ്പം മാർച്ച് 22 ക്രിപ്സ് മിഷൻ 42 മാർച്ച് 22 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് വിൻസൺ ചർച്ചിലാണ്. ഓക്കെ, വേൾഡ് വാർ 2 വാറിന് എപ്പോഴും നമ്മൾ വിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, അല്ലേ? വേൾഡ് വാർ 2 ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ക്രിപ്സ് മിഷൻ വരുന്നത്.
അപ്പോൾ ക്രിപ്സ് മിഷനെ അയക്കുന്ന ആരാ? വിൻസൺ ചർച്ചിലാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഓക്കെ. പക്ഷേ എന്താണ്, മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷൻ്റെ ഈ ഒരു പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് ഈ ഒരു പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു ഇന്ത്യനെ ഡിവൈഡ് ചെയ്യണം, 2 ഓട്ടോണമസ് സ്റ്റേറ്റ്സ് ആക്കണം, 2 സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലീസ് വേണം എന്നൊക്കെ ക്രിപ്സ് മിഷൻ പറയുന്നുണ്ട്. ക്രിപ്സ് മിഷനല്ല, മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗ് ഇതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അവസാനം ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. എന്താണ് ആ ക്യാബിനറ്റ് മിഷൻ? 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് എന്താണ്, ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മതി. അത് വിച്ച് മോർ ഓർ ലെസ് സാറ്റിസ്ഫൈഡ് ദ മുസ്ലിം ലീഗ്. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മതി എന്നും പറഞ്ഞ് ഒരു ക്യാബിനറ്റ് മിഷൻ വരുന്നുണ്ട്. ഈ ക്യാബിനറ്റ് മിഷൻ വരുന്നത് 46-ലാണ്. ഓക്കെ, ക്യാബ് എന്ന് പറഞ്ഞാൽ എന്താ? കാറിനൊക്കെ നമ്മൾ ക്യാബ് എന്ന് പറയും അല്ലേ? അപ്പോൾ ക്യാബ് 6, കാറെന്ന് ഓർക്കാം. ക്യാബ്, കാറ്. അപ്പോൾ കാറ് 6 നമുക്കങ്ങനെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ 1946-ലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? നമ്മളെല്ലാം ഇതൊക്കെ പഠിച്ചതാണ്. ഒന്ന് കമൻറ്റ് ചെയ്യണം. ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നേ? 3 അംഗങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് സ്റ്റാഫോർഡ് ക്രിപ്സ് ഉണ്ട്. സ്റ്റാഫോർഡ് ക്രിപ്സും ഈ ഒരു ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നു. ബാക്കി 2 പേര് ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഓഗസ്റ്റ് ഓഫറിൻ്റെ സമയത്ത് ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാന്ന് പറയണം. അതുപോലെ 35-ലെ ബോംബെ സമ്മേളനം, INCയുടെ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നും പറയണം. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ആദ്യം എത്തിയത് കറാച്ചിയിലാണ്, പിന്നീട് ഡൽഹിയിലേക്ക് വന്നു. ഇതൊക്കെ നമുക്കറിയാമല്ലേ? 46 മാർച്ച് 23 മാർച്ച് 24. ഫസ്റ്റ് മാർച്ച് 23 കറാച്ചിയിലെത്തി, അവിടെ നിന്ന് ഡൽഹിയിലെത്തുന്നുണ്ട് മാർച്ച് 24. ഓക്കെ, അപ്പോൾ ക്രിപ്സ് ആണെങ്കിലും ക്യാബിനറ്റ് മിഷൻ ആണെങ്കിലും രണ്ടാണേലും മാർച്ചാണ്. അവർ ക്രിപ്സിൽ 2 P ഉള്ളതുകൊണ്ട് 22. ഇത് ഫസ്റ്റ് കറാച്ചിയിൽ, പിന്നെ ബോംബെയിലാണ്. ബോംബെ അല്ല, ഡൽഹിയിലാണ്. 3 അംഗങ്ങളല്ലായിരുന്നോ? മാർച്ച് 23 അന്ന് എവിടെയാണ്? കറാച്ചിയിൽ വരുന്നു. പിന്നീട് മാർച്ച് 24 ഡൽഹിയിലെത്തുന്നു. ഓക്കെ, അപ്പോൾ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച വൈസ്രോയി ആരാ? ദേവലാണ് അല്ലേ? അപ്പം ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച വൈസ്രോയി ആരാന്നും കൂടെ കമൻറ്റ് ചെയ്യണം. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച വൈസ്രോയി ആരാന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. പിന്നെ ക്യാബിനറ്റ് മിഷൻ്റെ 3 അംഗങ്ങളുണ്ടല്ലോ, അതിലൊരാൾ ചെയർമാനാണ് അല്ലേ? ആ ആളെ പറയണം. ഇത്രയൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അടുത്ത് നോക്കാം. Composition of the Constituent Assembly. The Constituent Assembly was constituted in November 1946 under the scheme formulated by the Cabinet Mission Plan. അറിയാം, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ട് നവംബർ 1946 ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. The feature of the scheme were: the total strength of the Constituent Assembly was to be 389. Of these, 296 seats were to be allotted to British India and 93 seats to be the princely states. Out of 296 seats allotted to the British India, 292 members were to be drawn from the 11 governors' provinces and 4 from the 4 chief commissioners' provinces, 1 from each. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും 296 സീറ്റ്സും അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നും 93 സീറ്റ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 29 സീറ്റ്സിൽ 292 മെമ്പേഴ്സും
എന്താണ് ഗവർണറിൻ്റെ പ്രൊവിൻസസിൽ നിന്നുള്ളവരായിരുന്നു. 11 ഗവർണർ പ്രൊവിൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ളവരായിരുന്നു 292 പേരും. ഓക്കെ, ബാക്കി 4 പേരെന്ന് പറയുന്നത് ചീഫ് കമ്മീഷണറുടെ പ്രൊവിൻസസിൽ നിന്നുള്ളവരായിരുന്നു. ബാക്കി 4 പേരും ചീഫ് കമ്മീഷണറുടെ പ്രൊവിൻസസിൽ നിന്നുള്ളതായിരുന്നു. ഓക്കെ, 4 ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് ആണുള്ളത്, അവിടെ നിന്നുള്ളവരായിരുന്നു. അപ്പം എന്താ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആയിരുന്നു. ഓക്കെ, അതിൽ 296 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നുള്ളവരായിരുന്നു. അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള എത്ര പേരായിരുന്നു? 93 ആയിരുന്നു. പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളവർ 93 ആയിരുന്നു. ഓക്കെ, അപ്പോൾ എത്രയായി? 389 പേരായി. ഇങ്ങനെ ടോട്ടൽ. ഇനി ഈ 296-ൽ 292 എന്ന് പറയുന്നത് എത്രയാ? അതിൽ 4 ചീഫ് കമ്മീഷണറുടെ പ്രൊവിൻസസിൽ നിന്നും 292 എന്ന് പറയുന്നത് 11 ഗവർണർ പ്രൊവിൻസസിൽ നിന്നുള്ളവരുമായിരുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Each province and princely states or group of states in case of small states were to be allotted seats in proportion to their respective population. Roughly, 1 seat was to be allotted for every million population. ഓരോ പ്രൊവിൻസും അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സും അവരവരുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് എന്താണ് ഓരോ പ്രൊവിൻസിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലും സീറ്റ്സ് അലോട്ട് ചെയ്തത്. അതായത് 1 സീറ്റ് വാസ് ടു ബി അലോട്ടഡ് ഫോർ എവറി മില്യൺ പോപ്പുലേഷനും ഒരു സീറ്റ് അലോട്ട് ചെയ്തു. ആ രീതിയിലായിരുന്നു അല്ലേ? അതായത് ഓരോ പ്രൊവിൻസ് അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ്, അതിൻ്റെ പ്രൊപ്പോർഷനിലാണ് സീറ്റ് അലോട്ട് ചെയ്ത് കൊടുത്തത്. 3 പറയുന്നത് seats allotted to each British province were to be divided among the 3 principal communities, Muslims, Sikhs and General, all except Muslims and Sikhs, in proportion to their population. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൊവിൻസിലെയും പ്രിൻസ്ലി സ്റ്റേറ്റിലെയാണ്. ഓക്കെ, പ്രൊവിൻസിലെയും പ്രിൻസ്ലി സ്റ്റേറ്റിലെയാണ് അല്ലേ? ബ്രിട്ടീഷ് പ്രൊവിൻസിൽ എങ്ങനെയായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസായ മുസ്ലിംസ്, അതുപോലെ സിഖ്സ്, ജനറൽ, അങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ച് അവരുടെ ജനസംഖ്യയ്ക്ക് പ്രൊപ്പോർഷണലായിട്ടാണ് ബ്രിട്ടീഷ് പ്രൊവിൻസിൽ സീറ്റ് അലോട്ട് ചെയ്തത്. അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റിലും ബാക്കി ഓരോ പ്രൊവിൻസിലും എങ്ങനെയായിരുന്നു? സീറ്റ് അവിടുത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ അലോട്ട് ചെയ്തത്. 1 മില്യൺ പോപ്പുലേഷൻ എടുത്താൽ ഒരു സീറ്റ് അവർക്ക് കിട്ടും, അങ്ങനെയായിരുന്നു. 4. The representatives of each community were to be elected by members of that community in the provincial legislative assembly, and voting was to be by the method of proportional representation by means of single transferable vote. ഓരോ കമ്മ്യൂണിറ്റിയുടെയും റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴി സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ് ഈ ഒരു ഇവരെ ഇലക്ട് ചെയ്ത് വിട്ടത്. ഓരോ കമ്മ്യൂണിറ്റിയുടെയും റെപ്രസെൻറ്റേറ്റീവ്സിനെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇലക്ട് ചെയ്ത് വിട്ടത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിൽ വഴിയാണ്. അതായത് ഏക കൈമാറ്റ വോട്ട് എന്ന് പറയും. ആ ഒരു മെത്തേഡ് വഴിയാണ് ഇവരെ തെരഞ്ഞെടുത്ത് വിട്ടത്. The representatives of the princely states were to be nominated by the heads of princely states. പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ ഹെഡ് തന്നെയാണ്, അവിടുത്തെ രാജാവ് തന്നെയാണ് ഇവരെ നോമിനേറ്റ് ചെയ്തത്. It is thus clear that the Constituent Assembly was to be a partially elected and partially nominated body. Moreover, the members were to be indirectly elected by the members of the provincial assemblies, who themselves were elected on a limited franchise.
ഇതിൽ നമുക്ക് ക്ലിയർ ആയത് എന്താ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പാർഷ്യലി ഇലക്റ്റഡും പാർഷ്യലി നോമിനേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ? നമ്മുടെ പ്രൊവിൻഷ്യൽ അസംബ്ലീസിൽ, അതായത് 389 ആൾക്കാരുണ്ടല്ലോ, ഈ ആളുകൾ ഇൻഡയറക്ട്ലി ഇലക്ട് ചെയ്ത് വിട്ടവരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. The elections to the Constituent Assembly were held in July-August 1946. The Indian National Congress won 208 seats, the Muslim League 73 seats, and the small groups and independent got the remaining 15 seats. However, the 93 seats allotted to the princely states were not filled up as they decided to stay away from the Constituent Assembly. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഇലക്ഷൻസ് നടന്നത് ഒരു ജൂലൈ ഓഗസ്റ്റ് 1946 തന്നെ, അതായത് ക്യാബിനറ്റ് മിഷനൊക്കെ വന്ന ടൈമിൽ തന്നെ, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കിയ സമയത്ത് തന്നെ ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഇലക്ഷൻസ് നടന്നത്. ഓക്കെ, INCക്ക് 208 സീറ്റും മുസ്ലിം ലീഗിന് 73 സീറ്റും ബാക്കിയുള്ളവർക്ക് 15 സീറ്റ് എന്ന നിലയ്ക്കാണ് കിട്ടിയത്. INCക്ക് 208 സീറ്റ്, 208 സീറ്റ് INCക്ക് കിട്ടി. അതുപോലെ 73 സീറ്റ് മുസ്ലിം ലീഗിനും 15 സീറ്റ് ബാക്കിയുള്ളവർക്ക്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാവർക്കും കൂടെ കിട്ടിയത് 15 സീറ്റുമാണ്. 208, 73, 15, 208 സീറ്റാണ് INC 3 വാക്കല്ല. അപ്പോൾ 208 സീറ്റ് അവർക്ക്. മുസ്ലിം ലീഗിന് 73, 15 സീറ്റാണ് ബാക്കിയുള്ളവർക്ക് കിട്ടിയത്. 93 സീറ്റ് എന്താണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നോ? അത് ഫില്ലായില്ല. അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളവർ തീരുമാനിക്കുന്നുണ്ട്. Although the Constituent Assembly was not directly elected by the people of India on the basis of adult franchise, the Assembly comprised representatives of all sections of the Indian society: Hindus, Muslims, Sikhs, Parsis, Anglo-Indians, Indian Christians, SCs, STs, including women of all these sections. The Assembly included all important personalities of India at that time, with the exception of Mahatma Gandhi. നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിസിലല്ലായിരുന്നു നമ്മുടെ ഇലക്ഷൻ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഇലക്ഷൻ നടന്നത് അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിസിൽ അല്ലായിരുന്നു. അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ബേസിസിലല്ല കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഇലക്ഷൻസ് നടന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഹിന്ദുസ്, മുസ്ലിംസ്, സിഖ്, പാഴ്സി, ആംഗ്ലോ ഇന്ത്യൻസ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, SC, ST, അതുപോലെ എല്ലാ സെക്ഷൻസിൽ നിന്നുമുള്ള വുമൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പേഴ്സണാലിറ്റീസും, എല്ലാം ഫേമസ് ആയിട്ടുള്ള എല്ലാവരും, ആ സമയത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇതിനകത്ത് അംഗങ്ങളായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പം നവംബർ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വരുന്നത്. അതിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആയിരുന്നു. അതിൽ 296 പേര് ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നുള്ളവരും 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുമുള്ളവരായിരുന്നു. ഈ ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്ന് 296 ആണല്ലോ, അതിൽ 292 പേരെന്ന് പറയുന്നത് 11 ഗവർണർ പ്രൊവിൻസസിൽ നിന്നുള്ളവരായിരുന്നു. അതുപോലെ 4 പേര് കമ്മീഷണറുടെ പ്രൊവിൻസസിൽ നിന്നുള്ളവരായിരുന്നു. അപ്പം ഓരോ പ്രൊവിൻസുകളിലും പ്രിൻസ്ലി സ്റ്റേറ്റ്സിലും സീറ്റ് അലോട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൊവിൻസിലെ ജനസംഖ്യയ്ക്ക് പ്രൊപ്പോർഷണലായിട്ടായിരുന്നു. അതുപോലെ ബ്രിട്ടീഷ് പ്രൊവിൻസിലായിരുന്നെങ്കിൽ 3 കമ്മ്യൂണിറ്റീസായിട്ട് തിരിച്ചിട്ടാണ് സീറ്റ് അലോട്ട് ചെയ്തത്. മുസ്ലിം, സിഖ്, ജനറൽ അങ്ങനെ തിരിച്ചിട്ടാണ്. അവിടെ ഓരോ കമ്മ്യൂണിറ്റിയുടെ
ജനസംഖ്യയുടെ പ്രൊപ്പോർഷനായിട്ടാണ് അവിടെയും സീറ്റ് അലോട്ട് ചെയ്തത്. ഇനി ഇലക്ഷൻ നടത്തിയത് എങ്ങനെയാണ്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, ഈ ഒരു മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത്. അതുപോലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ നോമിനേറ്റ് ചെയ്തത് ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ ഹെഡ്സ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? പാർഷ്യലി ഇലക്റ്റഡ് ആൻഡ് പാർഷ്യലി നോമിനേറ്റഡ് ബോഡിയാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഈ ഇലക്ഷൻസൊക്കെ നടത്തിയത് ഒരു ഓഗസ്റ്റ് 1946 ജൂലൈ സമയത്തായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. നമ്മുടെ INCക്ക് 208 സീറ്റും 208 സീറ്റ് INCക്ക് കിട്ടി. അതുപോലെ 73 സീറ്റ് മുസ്ലിം ലീഗിനും ബാക്കി 15 ജനറലിന്, അതായത് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ്സിനൊക്കെ ബാക്കി 15 കിട്ടി. 208, 73, 15. പിന്നെ നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ബേസിസിലല്ല എന്താണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ഇലക്ഷൻസ് നടന്നതെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാവും അല്ലേ. പിന്നെ എല്ലാ വിഭാഗക്കാരും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുണ്ടായിരുന്നു. ഹിന്ദു, മുസ്ലിം, സിഖ്, പാഴ്സി, ആംഗ്ലോ ഇന്ത്യൻസ്, ഇന്ത്യൻ ക്രിസ്ത്യൻസ്, SC, ST, അതുപോലെ ഈ ഒരു സെക്ഷൻസിലെ എല്ലാ വുമൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുപോലെ മിക്കവാറും എല്ലാ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസും ഇൻക്ലൂഡഡ് ആയിരുന്നു എക്സെപ്റ്റ് ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു. ബാക്കിയാണ് നമുക്ക് പിന്നെ നോക്കാം. അപ്പം ഇത്ര ഒന്നുകൂടെ നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് നോക്കണം. ഓക്കെ, എങ്കിൽ ശരി, ടാറ്റ, ബൈ. ഓക്കെ, താങ്ക് യു.